മെഡ്യൂസയുടെ കഥ അവിടെ തീരുന്നില്ല. അത് കൂടുതൽ സംഭ്രമജനകമായി മുന്നോട്ട് തന്നെ കുതിക്കുകയാണ്. അഥീന ദേവിയുടെ ശാപനിമിത്തം അതിഭയങ്കര രാക്ഷസിയായി തീർന്ന മെഡ്യൂസ തന്റെ രൂപത്തിലേക്ക് പലവട്ടം അറപ്പോടെ നോക്കി. എല്ലാവരാലും നിർനിമേഷയായി നോക്കി നിൽക്കപ്പെട്ട തന്റെ സ്വർണ്ണ തലമുടികൾക്ക് ഇന്ന് സർപ്പാകാരം. അവ വായുവിൽ ചാഞ്ചാടി കളിക്കുന്നു. ഐശ്വര്യത്തിന്റെ പ്രതിരൂപമായ മുഖം ഏതാണ്ട് ഭീമാകാരം കൊണ്ട് ഒരു രാക്ഷസിയെ ഓർമ്മിപ്പിച്ചു. പ്രണയം തുടിക്കുന്ന അചഞ്ചലമായ കണ്ണുകൾ ക്ഷിപ്രകോപത്തെ വെളിപ്പെടുത്തുന്നു. ശരീരത്തിൽ ആകമാനം ശൽക്കങ്ങൾ പ്രത്യക്ഷപ്പെട്ടു. ശരീരം ഒരു വലിയ സർപ്പത്തിന്റേതുപോലെ. അവൾ തന്റെ രൂപമാറ്റം വീണ്ടും കാണുവാൻ കെൽപ്പില്ലാതെ കണ്ണുകൾ ഇറുകെ അടച്ചു. അപ്പോൾ പുറത്ത് തന്റെ കൂട്ടുകാരിയെ കാണാനായി എഫിഗ്ലിക്സ് വന്നു. അവൻ ഉറക്കെ വിളിച്ചു, മെഡ്യൂസ, മെഡ്യൂസ. അവൾ ആ വിളി കേട്ടു, പക്ഷേ മറുപടി പറഞ്ഞില്ല. അപ്പോൾ അവൻ ക്ഷേത്രത്തിനകത്തേക്ക് കയറി വന്നു. ഉടനെ ആ ക്ഷേത്രത്തിനകത്തു നിന്ന് അലർച്ച പോലെ മെഡ്യൂസ വിലക്കി, അരുത്, ഇങ്ങോട്ട് വരരുത്, പോകൂ, പോകൂ. ആ അലർച്ച ക്ഷേത്രത്തിനകത്തും പുറത്തും അലയടിച്ചു. പക്ഷേ അത് വകവെക്കാതെ എഫിഗ്ലിക്സ് ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിച്ചു. അവൻ ഞെട്ടിപ്പോയി. താൻ കാണാൻ ആഗ്രഹിച്ച ലാവണ്യ രൂപമായിരുന്നില്ല അത്. പകരം എല്ലാ അർത്ഥത്തിലും രാക്ഷസിയായി തീർന്ന മെഡ്യൂസയുടെ രൂപം. പക്ഷേ എഫിഗ്ലിക്സ് ഭയന്നില്ല. അവൻ അവളുടെ ചുമലിൽ കൈവച്ചു. അപ്പോൾ അവളുടെ തലയിലെ സർപ്പം അവനെ ആഞ്ഞുകൊത്തി. പിന്തിരിഞ്ഞു നോക്കിയ മെഡ്യൂസയുടെ കണ്ണുകൾ അറിയാതെ അവന്റെ കണ്ണുകളിൽ ഉടക്കി. ഉടനെ അവൻ ഒരു കരിങ്കൽ പ്രതിമയായി മാറി. അക്ഷരാർത്ഥത്തിൽ മെഡ്യൂസ തന്നെ ഞെട്ടിപ്പോയി. അപ്പോഴാണ് അവൾക്ക് തനിക്ക് കിട്ടിയ ശാപത്തിന്റെ യഥാർത്ഥ ചിത്രം മനസ്സിലായത്. തന്റെ ദുര്യോഗത്തെക്കുറിച്ചും തന്റെ കൂട്ടുകാരന്റെ അവസ്ഥയെക്കുറിച്ചും ഓർത്ത് അവൾ അലറിക്കരഞ്ഞു. പിന്നീട് അവിടെ നിന്ന് പട്ടണത്തിലേക്ക് ഓടിപ്പോയി. പക്ഷെ അവിടെയും എല്ലാവരും അവളെ ഭയന്ന് മാറി നിന്നു. ചിലർ അവളെ കൊല്ലാൻ ശ്രമിച്ചു. പക്ഷെ അവളുടെ ഒറ്റ നോട്ടത്തിൽ അവർ കരിങ്കൽ പ്രതിമകളായി മാറി. പിന്നീട് അവൾ ഏതോ കൊടുങ്കാടിന്റെ ഉള്ളിൽ അഭയം പ്രാപിച്ചു. ആരും കാണാതെ എല്ലാവരിൽ നിന്നും അകന്ന് ഏകാഗിയായി അവൾ ജീവിച്ചു. രാത്രിയുടെ അന്ത്യയാമങ്ങളിൽ ഭക്ഷണത്തിനായി മാത്രം പുറത്തിറങ്ങും. അങ്ങനെ ഒരു ദിവസം പുറത്തിറങ്ങിയപ്പോൾ അവളുടെ ശരീരത്തിൽ ഒരു ചെറിയ വിഗ്രഹം തടഞ്ഞു. അവൾ അത് എടുത്തു നോക്കി. അത് അഥീന ദേവിയുടെ പഴകി ദ്രവിച്ച ഒരു കുഞ്ഞ് വിഗ്രഹമായിരുന്നു. അവൾ അതെടുത്ത് വൃത്തിയാക്കി. അപ്പോൾ മെഡ്യൂസയുടെ മനസ്സിൽ അടക്കി വച്ചിരുന്ന അഥീന ദേവിയുടെ ഡിവോട്ടി ആവാനുള്ള ആഗ്രഹം വീണ്ടും തലപൊക്കി. അവൾ ആ വിഗ്രഹത്തെ കൊടുങ്കാടിനകത്തുള്ള ഒരു പഴയ ഇടിഞ്ഞു പൊളിഞ്ഞ ക്ഷേത്രത്തിൽ പ്രതിഷ്ഠിക്കുകയും ദിവസവും പൂക്കൾ അർപ്പിച്ച് ആ ആത്മനിർവൃതിയിൽ അലിയുകയും ചെയ്തു. ഒരിക്കൽ ഈ കാഴ്ച അഥീന ദേവി കാണാനിടയായി. എന്ത്? അവൾക്ക് തന്നോട് ഇപ്പോഴും ആരാധനയോ? താൻ ഇത്രയധികം അനിഷ്ടകരമായ കാര്യങ്ങൾ ചെയ്തിട്ടും? അഥീനയ്ക്ക് തന്റെ കണ്ണുകളെ വിശ്വസിക്കാൻ കഴിഞ്ഞില്ല. അവർ വീണ്ടും വീണ്ടും അത് നോക്കി ഉറപ്പുവരുത്തി. സത്യത്തിൽ ആ കാഴ്ച അഥീന ദേവിയെ പശ്ചാത്താപ വിവശയാക്കി. താൻ കാരണം തന്നെ ഇത്രമേൽ ഇഷ്ടപ്പെടുന്ന മെഡ്യൂസ അനുഭവിക്കുന്ന യാതനകൾ അഥീനയ്ക്ക് കണ്ണീരടക്കാൻ കഴിഞ്ഞില്ല. എന്താണ് ഇതിനൊരു പ്രതിവിധി? എങ്ങനെ അവൾക്ക് ശാപമോക്ഷം കൊടുക്കും? പക്ഷെ കൊടുത്ത ശാപം തിരിച്ചെടുക്കാൻ കഴിയില്ലെന്ന് അഥീന ദേവിക്ക് അറിയാമായിരുന്നു. അവൾ തീർത്തും നിരാശയായി. എങ്കിലും നേരിയ ഒരു വിശ്വാസത്തെ വീണ്ടെടുത്ത് തന്റെ പിതാവായ സിയൂസ് ദേവന്റെ അരികിലെത്തി കാര്യങ്ങളെല്ലാം ഒറ്റ ശ്വാസത്തിൽ പറഞ്ഞൊപ്പിച്ചു. പക്ഷെ അദ്ദേഹവും കൈമലർത്തി. ആ നിസ്സഹായ അവസ്ഥയിൽ മരണം മാത്രമാണ് മെഡ്യൂസയ്ക്ക് നൽകാനുള്ളത് എന്ന സത്യം സിയൂസ് ദേവൻ അഥീനയോട് ഉണർത്തിച്ചു. പക്ഷെ ആർക്കാണ് മെഡ്യൂസയെ നിഷ്കരണം കൊല്ലാൻ കഴിയുക? ആ ചോദ്യം അഥീന തന്റെ പിതാവിനോടും ചോദിച്ചു. അതിന് അനുയോജ്യനായ ഒരുവൻ, ഒരു ധീരൻ ജീവിച്ചിരിപ്പുണ്ടോ? സിയൂസ് ആദ്യം കൈമലർത്തി. പിന്നെ, ഉണ്ട്, അങ്ങനെ ഒരാളുണ്ട്. അവളെ വധിക്കാനായി ജീവിച്ചിരിപ്പുണ്ട് ഒരാൾ. ആരാണ് അയാൾ? അഥീന വളരെ ആകാംക്ഷപൂർവം സിയൂസിന്റെ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി.